ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ച് ബക്കറ്റുകൾ കളക്ട് ചെയ്തിട്ടുണ്ട്. സ്ക്രാപ്പ് ബക്കറ്റുകളാണ് പെയിൻറ്റിൻ്റെ. അപ്പോൾ ഇത് നമ്മുടെ ഇവിടെ ഉള്ള അടുത്തുള്ളൊരു സ്ക്രാപ്പിൻ്റെ കടകളിൽ പോയിട്ട് നമ്മൾ വാങ്ങിയതാണ്. അപ്പോൾ ഏകദേശം ഒരു 20 രൂപ 30 രൂപ റേഞ്ചിൽ നമുക്ക് സ്ക്രാപ്പ് കടയിൽ നിന്ന് ഇതൊക്കെ വാങ്ങാൻ കിട്ടും. അപ്പോൾ ഈ ബക്കറ്റുകളിൽ പല വെറൈറ്റി ഗപ്പികൾ ഞാൻ ഇടാൻ പോവുകയാണ്. ആദ്യത്തെ ടാസ്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബക്കറ്റ് നല്ല രീതിയിൽ ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. ആദ്യം സോപ്പ് പൊടിയൊക്കെ ഇട്ട് നല്ല രീതിയിൽ ക്ലീൻ ചെയ്യണം. മാത്രമല്ല പെയിൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ റിമൂവ് ചെയ്തിട്ട് വേണം നമ്മൾ മീനുകൾ ഇടാനായിട്ട്. ഇപ്പോൾ ഞാൻ തൽക്കാലത്തേക്ക് 4 ബക്കറ്റ് എടുക്കുന്നുള്ളൂ. 4 ബക്കറ്റിലാണ് ഗപ്പികൾ ഇടാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ കഴുകി വെച്ചിരിക്കുന്ന ബക്കറ്റിലേക്ക് കുറച്ച് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഇട്ട് കൊടുക്കണം. കാരണം എവിടെയൊക്കെ കിടന്നിരുന്ന ബക്കറ്റാണെന്ന് നമുക്കറിയില്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് വല്ല അണുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയാണ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഒഴിച്ച് കഴുകുന്നത്. അപ്പോൾ ഒരു ദിവസം വെള്ളത്തിൽ മുക്കിയിടുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നമ്മൾ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഒഴിച്ചിട്ട് നല്ല രീതിയിൽ വാഷ് ചെയ്തെടുത്തിട്ട് ഒരു ദിവസം വെള്ളം അതിൽ തന്നെ കിടന്നിട്ട് പിറ്റേ ദിവസം കളയുന്നതാണ് നല്ലത്. ഈ സ്ക്രാപ്പ് ബക്കറ്റ് യൂസ് ചെയ്യാനുള്ള പ്രധാന കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല കാരണങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ തന്നെ വളരെ കുറച്ച് ഏരിയ മതി. അപ്പോൾ സ്ഥലപരിമിതി കാരണം ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ നമുക്ക് ഇങ്ങനെ ഈ ബക്കറ്റ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഏരിയ തന്നെ കൂടുതൽ മീനുകളെ വളർത്താൻ പറ്റും. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ റേറ്റ് കുറവാണ്, ഈസിലി അവൈലബിളുമാണ്. പെയിൻറ്റ് ബക്കറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലായിടത്തും കിട്ടുകയും ചെയ്യും. മാത്രമല്ല ടബ്ബൊക്കെ നമ്മൾ പുതിയത് വാങ്ങുന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 150 രൂപ 140 രൂപ ആവറേജ് കൊടുത്തെങ്കിൽ നമുക്ക് ടബ്ബ് കിട്ടുള്ളൂ. ഇതാകുമ്പോഴത്തേക്കും അതിൻ്റെ പകുതി പോലും ഇല്ല. 20 രൂപ 30 രൂപയ്ക്ക് നമുക്ക് സ്ക്രാപ്പ് കടയിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാങ്ങാൻ പറ്റും. അടുത്തായി നമുക്ക് വാട്ടർ പ്ലാന്റ്സ് നടണം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഉപയോഗിക്കുന്നത് സാധാരണ പ്ലാസ്റ്റിക് ബോട്ടിലുകളാണ്. അപ്പോൾ വീട്ടിൽ ഉപയോഗിച്ച് കഴിഞ്ഞ ബോട്ടിലൊക്കെ ഞാൻ ഇതുപോലെ കളയാതെ കൂട്ടി വെക്കും. ഇങ്ങനെ ചെയ്യുന്ന വഴി നമുക്ക് എക്സ്ട്രാ പൈസയൊന്നും ആവുന്നില്ല, വേറെ പോട്ടൊന്നും മേടിക്കേണ്ട. മാത്രമല്ല പ്രകൃതിക്കും നല്ലതാണ്. നമ്മൾ ഇതുപോലെയുള്ള പ്ലാസ്റ്റിക്കുകളൊക്കെ പുറത്തോട്ട് നമ്മൾ കളയുന്നില്ല, നമ്മുടെ ആവശ്യത്തിന് തന്നെ എടുക്കാവുന്നേ ഉള്ളൂ. എൻ്റെ സബ്സ്ക്രൈബേഴ്സിൽ ഒരു 90% ആൾക്കാർ, അതുപോലെ തന്നെ എൻ്റെ കയ്യിൽ നിന്ന് മീൻ വാങ്ങുന്നവരും വാട്ടർ പ്ലാന്റ്സ് വാങ്ങുന്നവരും എല്ലാം തന്നെ ഒരു 90% തുടക്കക്കാരും അതുപോലെ തന്നെ കുട്ടികളുമാണ്. അപ്പോൾ അവരിൽ പലരും എൻ്റെ അടുത്ത് ചോദിക്കുന്നതാണ് വീട്ടിൽ സ്ഥലമില്ല, അതുപോലെ തന്നെ കൂടുതൽ കുട്ടികളൊക്കെ ആകുമ്പോഴത്തേക്കും അവരിൽ ക്യാഷൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ഞാനിപ്പോൾ ചെയ്യുന്നത്. ഏറ്റവും ചിലവ് കുറച്ച് എങ്ങനെ ഗപ്പി വളർത്താമെന്നുള്ളത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിൽ ഉപയോഗിക്കുന്ന കുപ്പികൾ മാത്രമല്ല, പുറത്തുനിന്നൊക്കെ ഞാൻ കുപ്പികൾ പോകാൻ നേരത്തൊക്കെ കളക്ട് ചെയ്യാറുണ്ട്. അങ്ങനെ കളക്ട് ചെയ്ത കുപ്പികളാണ് ഞാൻ വാട്ടർ പ്ലാന്റ്സ് നട്ടിരിക്കുന്നതും ഗപ്പികളെ വളർത്തിയിരിക്കുന്നതും. അതുപോലെ തന്നെ ബെറ്റാസും ഒക്കെ വളർത്തിയിരിക്കുന്നത് ഈ കുപ്പികളിൽ തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, ഇഷ്ടംപോലെ ബെറ്റാസിനെ ഞാൻ ഈ കുപ്പികളിലാണ് ഇട്ടിരിക്കുന്നത്. ഇങ്ങനെ പ്ലാസ്റ്റിക് ബോട്ടിൽ കളക്ട് ചെയ്യുന്ന വഴി നമുക്ക് മീനുകൾ വളർത്താമെന്ന് മാത്രമല്ല പരിസ്ഥിതിക്ക് നല്ല രീതിയിൽ ഗുണം ചെയ്യുന്നുണ്ട്. ഇനി വാട്ടർ പ്ലാന്റ്സ് നടാനായിട്ട് ഞാൻ ഏകദേശം ഒരു 5-6 കുപ്പികൾ എടുത്തിട്ടുണ്ട്. അത് നമുക്കിനി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ 4 ടാങ്കിലേക്ക് മതിയാവും. അപ്പോൾ ഏകദേശം ഒരു 5-6 കുപ്പി മതിയാവും നമുക്ക്. അങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് വാഷ് ചെയ്തെടുത്തിരിക്കുന്ന പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലുകളിലേക്ക് വാട്ടർ പ്ലാന്റ്സ് നട്ട് വെച്ചിട്ടുണ്ട്. ഫോക്സ് ടെയിൽ, ഹൈഡ്രില്ല, വാട്ടർ പോപ്പി, അതുപോലെ തന്നെ ബാക്കോപ്പ എല്ലാം തന്നെ നട്ടിട്ടുണ്ട്. പൂഴിമണ്ണിലാണ് ഞാൻ മിക്ക വാട്ടർ പ്ലാന്റ്സും നട്ടിരിക്കുന്നത്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീനുകൾക്ക് ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടി പൂഴിമണ്ണ് സഹായിക്കും. മാത്രമല്ല മണ്ണ് ഇളകാതിരിക്കാൻ വേണ്ടി മുകളിൽ കല്ലും നിരത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ കാണുന്നത് പാരറ്റ് ഫെദർ എന്ന് പറഞ്ഞൊരു വാട്ടർ പ്ലാന്റ് ആണ്. ഇതൊരു അണ്ടർ വാട്ടർ പ്ലാന്റ് അല്ല, വെള്ളത്തിൻ്റെ മുകളിലേക്ക് കയറി വരുന്ന ഒരു ടൈപ്പ് വാട്ടർ പ്ലാന്റ് ആണ്. അപ്പോൾ സ്റ്റെമ്മിൻ്റെ പകുതി വെള്ളത്തിൻ്റെ അടിയിൽ നിൽക്കുകയും പകുതി വെള്ളത്തിൻ്റെ മുകളിൽ നിൽക്കുകയും ചെയ്യുന്ന ഒരു ടൈപ്പ് വാട്ടർ പ്ലാന്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്ലാന്റ് ടാങ്കിലും പ്രധാനമായിട്ടും ഗപ്പി ടാങ്കിലൊക്കെ ഇടാൻ നേരത്ത് കാണാൻ നല്ല ഭംഗിയാണ്. അതുപോലെ തന്നെ ഈ കാണുന്ന ഹൈഡ്രേൽ, ഇത് ബ്രീഡിങ്ങിനൊക്കെ വളരെ എളുപ്പമാണ് മീനുകൾക്കൊക്കെ ഹൈഡ് ചെയ്തിരിക്കാൻ വേണ്ടി. പിന്നെ വാട്ടർ പോപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തണ്ട് മാത്രം ഞാൻ നടുന്നുള്ളൂ. സാധാരണ എല്ലാവരും ചെയ്തു വരുന്ന വാട്ടർ പോപ്പി കണ്ടമാനം നടും. പക്ഷേ അങ്ങനെ ഒരിക്കലും ചെയ്തത്, കാരണം ചെറിയൊരു ടാങ്ക് ആയതുകൊണ്ട് തന്നെ വാട്ടർ പോപ്പി പെട്ടെന്ന് ടാങ്ക് മുഴുവൻ പടർന്ന് പന്തലിക്കാൻ ചാൻസ് ഉള്ളതുകൊണ്ട് തന്നെ മീനുകൾക്ക് ഓടി കിടക്കാൻ സ്ഥലം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ പ്ലാന്റ് ടാങ്കിലേക്ക് വാട്ടർ പോപ്പി നടാണെന്നുണ്ടെങ്കിൽ മാക്സിമം ഒരു തണ്ട് നടാൻ ശ്രമിക്കുക. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് വാട്ടർ പോപ്പി നട്ടിരിക്കുന്ന മറ്റൊരു പ്ലാന്റ് ടാങ്കാണിത്. അപ്പോൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഏകദേശം ഒരു തണ്ടിൽ നിന്നാണ് ഏകദേശം ഇത്രയും വാട്ടർ പോപ്പി വന്നിരിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വലിയ ടബ്ബൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്നത് ചെറിയൊരു പെയിൻറ്റിൻ്റെ ബക്കറ്റ് ആയതുകൊണ്ട് തന്നെ അതിൽ മീനുകൾക്ക് ഓടി കിടക്കാൻ സ്ഥലം ഉണ്ടാവില്ല. അപ്പോൾ മാക്സിമം കുറച്ച് വാട്ടർ പോപ്പി യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അടുത്തൊരു പ്രധാന പ്ലാന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈഡ്രലാണ്. ഇതൊരു ഫ്ലോട്ടിംഗ് പ്ലാന്റ് ആണ്, നമ്മുടെ ഫോക്സ് ടെയിലൊക്കെ പോലെ. പക്ഷേ ഞാനിത് നട്ട് വെക്കാറാണ് പതിവ്. ഇപ്പോൾ നട്ട് വളർത്തുന്നതുകൊണ്ട് തന്നെ ഇതിനകത്ത് വേര് ഇറങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ നട്ട് വളർത്തുന്നതുകൊണ്ട് ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിയിൽ നിന്ന് തന്നെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഹൈഡ് ചെയ്തിരിക്കുന്നുണ്ട്. മെയിനായിട്ടും ബ്രീഡിങ്ങിന് ഇടാൻ നേരത്താണ് ഞാൻ ഹൈഡ്രൽ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ അടിയിൽ നിന്ന് പോയി ഹൈഡ് ചെയ്യാനുള്ള സ്ഥലമുള്ളത് കൊണ്ട് തന്നെ നമുക്ക് മാക്സിമം കുഞ്ഞുങ്ങളെ പാരൻറ്റ് തിന്നാതെ കിട്ടും. അടുത്തായി നമ്മൾ പ്രധാനമായിട്ടും ചെയ്യേണ്ടത് പെയിൻറ്റ് ബക്കറ്റ് നമ്മൾ പൊട്ടാസ്യം പെർമാംഗനേറ്റ് കഴുകിയ പോലെ തന്നെ വാട്ടർ പ്ലാന്റ്സും പൊട്ടാസ്യം പെർമാംഗനേറ്റ് തന്നെ കഴുകാൻ ശ്രമിക്കുക. കാരണം നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന മണ്ണിലും അതുപോലെ തന്നെ വാട്ടർ പ്ലാന്റ്സിലൊക്കെ പലതരം അണുക്കളും അതുപോലെ തന്നെ ഡിസീസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോകാനായിട്ട് പ്രധാനമായിട്ടും മണ്ണിൽ നിന്നാണ് ഈ ഗപ്പികൾക്ക് പകരുന്ന ഡിസീസൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ പൊട്ടാസ്യം പെർമാംഗനേറ്റ് വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പോയി കിട്ടും.
അങ്ങനെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന വാട്ടർ ടാങ്കിൽ ബക്കറ്റിൽ വെള്ളമൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓപ്പൺ ഏരിയയിൽ ഇരിക്കുന്നതുകൊണ്ട് തന്നെ ഇലകളൊക്കെ വന്ന് വീണിട്ടുണ്ട്. മാത്രമല്ല ഞാനിപ്പോൾ മഴവെള്ളമൊക്കെ വീണ് വെള്ളം ഓവർഫ്ലോ ആവാതിരിക്കാൻ വേണ്ടി ചെറിയ 2-3 ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം ഇതിൽ കൂടി പോയിക്കോളും. അപ്പോൾ നിറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മീനുകൾ ചാടി പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയാണിത്. എല്ലാ ബക്കറ്റുകളിലും ഇതുപോലെ ചെറിയ ചെറിയ ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം ഈ ലെവലിൽ തന്നെ വന്ന് നിന്നോളും. അധികം വെള്ളം വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ കൂടി പുറത്ത് പോയിക്കോളും. മാത്രമല്ല ഈ ഓപ്പൺ ഏരിയയിൽ ഇരിക്കുന്നുണ്ട് തന്നെ ഇനിയും ഇതുപോലെ ഇലകളൊക്കെ വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് വേറെ സെറ്റപ്പ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും 2 ടബ്ബുകൾ ഇരിക്കേണ്ട സ്ഥലത്താണ് 4 ഇതുപോലുള്ള ബക്കറ്റുകൾ വെച്ചിരിക്കുന്നത്. അതായത് 2 വെറൈറ്റി ഗപ്പികളെ വളർത്താൻ പറ്റുന്ന സ്ഥലത്ത് നമുക്ക് ഇങ്ങനെ ചെയ്യുന്നത് വഴി 4 വെറൈറ്റി ഗപ്പികളെ വളർത്താൻ പറ്റും. സാധാരണ ഗപ്പി വളർത്തുന്ന ഒരു ടബ്ബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം 50 ലിറ്ററാണ്. ഇതാകുമ്പോഴത്തേക്കും 20 ലിറ്ററേ വരുന്നുള്ളൂ. ഇതിപ്പോൾ ഓപ്പൺ ഏരിയയിലാണ് ഇരിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും നല്ല രീതിയിൽ പുളിയിലയാണ് ഈ കാണുന്നത്. പുളിമല മരമാണ്. അപ്പോൾ പുളിയില അതുപോലെ തന്നെ മറ്റുള്ള ഇലകളൊക്കെ പറന്ന് വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി വേറൊരു സെറ്റപ്പ് ഞാനിവിടെ ചെയ്യുന്നുണ്ട്. അടുത്തായി നമ്മുടെ ബക്കറ്റിലേക്ക് വാട്ടർ പ്ലാന്റ്സ് ഇറക്കി വെച്ച് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ പൊട്ടാസ്യം പെർമാംഗനേറ്റിൽ കഴുകാൻ വെച്ചിരുന്ന വാട്ടർ പ്ലാന്റ്സ് എടുത്തിട്ട് ഡയറക്റ്റ് എടുത്ത് ബക്കറ്റിലേക്ക് ഇറക്കി വെക്കുന്നതിന് പകരം മറ്റൊരു ബക്കറ്റിൽ വെള്ളം നിറച്ച് ഇതുപോലെ പൊട്ടാസ്യം പെർമാംഗനേറ്റിൻ്റെ അംശങ്ങൾ നല്ല രീതിയിൽ വാഷ് ചെയ്ത് കളയണം. എന്നിട്ട് വേണം നമ്മൾ നമ്മുടെ മീനുകളിടാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ബക്കറ്റിലേക്ക് ഇറക്കി വെക്കാനായിട്ട്. അങ്ങനെ ഫൈനലായിട്ട് നമ്മുടെ വാട്ടർ പ്ലാന്റ്സ് എല്ലാം തന്നെ നമ്മുടെ ബക്കറ്റുകളിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ പൂഴിമണ്ണ് ഇത്തിരി നമ്മൾ ബക്കറ്റിലേക്ക് ഇറക്കി വെക്കാൻ നേരത്ത് പൂഴിമണ്ണ് ഇളകുന്നതുകൊണ്ടാണ് വെള്ളത്തിൻ്റെ കളർ ഇപ്പോൾ ചേഞ്ച് ആയിരിക്കുന്നത്. അത് ഒരു 1-2 ദിവസം കഴിയുമ്പോഴത്തേക്കും വെള്ളം തന്നെ സെറ്റ് ആയിക്കോളും. ക്രിസ്റ്റൽ ക്ലിയർ വെള്ളം ആവുന്നതാണ്. ഇപ്പോൾ വെള്ളം ഓവർഫ്ലോ ആയിട്ട് പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മൾ വാട്ടർ പ്ലാന്റ്സ് ഇറക്കി വെച്ചപ്പോഴത്തേക്കും നമ്മൾ നേരത്തെ ഇട്ട ഹോളിൽ കൂടി വെള്ളം പോകുന്നതാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇനി നമ്മുടെ ബക്കറ്റുകളൊക്കെ ഓപ്പൺ ഏരിയയിലാണ് ഇരിക്കുന്നത് പറഞ്ഞല്ലോ. അപ്പോൾ ഇലകൾ വീഴാതിരിക്കാൻ വേണ്ടി വേറെ സെറ്റപ്പ് ചെയ്യാൻ പോകണം. നമ്മൾ ബ്രീഡിങ്ങിന് വേണ്ടി മേടിച്ച ഇതുപോലുള്ള ഒരു നെറ്റ് കൊട്ട എടുത്ത് ഞാനിപ്പോൾ ഇത് മൂടി വെക്കാൻ പോവാണ്. ഇതിൻ്റെ അകത്ത് വാട്ടർ പ്ലാന്റ്സ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും ഷീറ്റ് ഇട്ടോ അതോ സൺലൈറ്റ് തടയുന്ന സാധനങ്ങളൊന്നും വെച്ച് മൂടാതിരിക്കുക. ഇതുപോലുള്ള നെറ്റുകൾ വെച്ച് വേണം എപ്പോഴും മൂടി വെക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ വാട്ടർ പ്ലാന്റ്സ് ചീത്തായി പോകും. വാട്ടർ പ്ലാന്റ്സ് ചീത്തായി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം താമസിയാതെ തന്നെ ഗപ്പികളെല്ലാം ചത്തുവാനായിട്ട് ചാൻസ് ഉണ്ട്. അങ്ങനെ നമ്മൾ 4 ബക്കറ്റുകളും ഇതുപോലെ കൊട്ട ഉപയോഗിച്ച് മൂടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് വേറെ ചപ്പ് ചവറുകളോ ഇലകളോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. അടുത്തായി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് മീനെ പിടിച്ചിടണം. അപ്പോൾ നമുക്കിനി മീനെ പിടിക്കാനുള്ള വഴി നോക്കാം. പ്രധാനമായിട്ട് ഞാൻ ഇപ്പോൾ ജുവനൈൽസിനെയാണ് പിടിക്കാൻ പോകുന്നത്. ജുവനൈൽസ് അല്ലെങ്കിൽ സെമി അഡൾട്ട് ഇങ്ങനെയുള്ള ചെറിയ ടാങ്കിലേക്കൊന്നും ആദ്യമേ തന്നെ നമ്മൾ അഡൾട്ട് സൈസിലുള്ള ഗപ്പികളെ പിടിച്ചിടാൻ നിൽക്കരുത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ ടാങ്കിൽ വളർന്ന ഗപ്പികൾ പെട്ടെന്ന് ചെറിയ ബക്കറ്റുകൾ അതുപോലെ തന്നെ ടബിലേക്കൊക്കെ മാറ്റാൻ നേരത്ത് സ്ട്രെസ് കയറി പെട്ടെന്ന് ചത്തുവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ സെമി അഡൾട്ടോ അതല്ലെങ്കിൽ ജുവനൈൽ സൈസിലുള്ള മീനുകളൊക്കെ പിടിച്ച് ഇടാൻ നേരത്ത് അവർ പെട്ടെന്ന് അതിൻ്റെ അകത്തേക്ക് അഡാപ്റ്റ് ആവുകയും പിന്നെ വളർന്നു വരുന്നത് ആ ഒരു എക്കോസിസ്റ്റത്തിലേക്ക് അഡാപ്റ്റ് ആയിക്കൊണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് സ്ട്രെസ് മറ്റുള്ള കാര്യങ്ങളൊന്നും പ്രശ്നം വരുന്നില്ല. അങ്ങനെ നമ്മൾ ജുവനൈൽ സ്റ്റേജിലുള്ള 4 വെറൈറ്റി ഗപ്പികളെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫുൾ ബ്ലാക്ക്, ഫുൾ ഗോൾഡ്, ആൽബിനോ കോയ്, മോസ്കോ വയലറ്റ് ഇങ്ങനെ 4 വെറൈറ്റിയാണ് സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ബ്രീഡിംഗ് പർപ്പസിനും കൂടിയാണ് നല്ല ക്വാളിറ്റി നോക്കി സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് വേറെ ഗപ്പികളൊന്നും ഇടുന്നില്ല. ഈ ട്രയോസ് മാത്രമേ ഉള്ളൂ. ഓവർ പോപ്പുലേറ്റഡ് ആയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മീനിൻ്റെ ഗ്രോത്തിനെയൊക്കെ അത് ബാധിക്കും. ഇതിൻ്റെ അകത്ത് ആൽബിനോക്കോയ് ഗപ്പി മാത്രമേ ഉള്ളൂ അഡൾട്ട് സ്റ്റേജിലുള്ളത്. ബാക്കിയെല്ലാം തന്നെ സെമി അഡൾട്ട് സ്റ്റേജാണ്. ഈ ആൽബിനോക്കോയ് ചെറിയ ടാങ്ക് സെറ്റപ്പിലാണ് വളർന്നു വന്നത്. അതുകൊണ്ട് തന്നെ ഈ ഇതുപോലുള്ളൊരു ബക്കറ്റിലേക്ക് മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ലെന്ന് വിചാരിക്കുന്നു. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മോസ്കോ വയലറ്റും ഫുൾ ബ്ലാക്കും ഒരേപോലെയാണ് ഇരിക്കുന്നത്. ശരിക്കും ഞാൻ അങ്ങനെ എടുത്താണ്. കാരണം മോസ്കോ വയലറ്റിന് വെച്ചിട്ടുണ്ടെങ്കിൽ കളർ കുറഞ്ഞ മോസ്കോ വയലറ്റൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ സെലക്റ്റീവ് ബ്രീഡ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഡാർക്ക് കളറായിട്ടുള്ള മോസ്കോ വയലറ്റാണ് ഇപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഗപ്പികളെല്ലാം റിലീസ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. അപ്പോൾ PHും വാട്ടർ ടെമ്പറേച്ചറൊക്കെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഇങ്ങനെ കാണിക്കുന്നത്. ഓൾറെഡി മീനുകൾ അതിൻ്റെ അകത്ത് ഇട്ട് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ നമുക്കിനി മീനുകളെല്ലാം 1 by 1 ആയിട്ട് അതിൻ്റെ അകത്തേക്ക് റിലീസ് ചെയ്യാം. അങ്ങനെ ആദ്യം തന്നെ നമുക്ക് ഫുൾ ബ്ലാക്കിനെ ഇതിൻ്റെ അകത്തേക്ക് റിലീസ് ചെയ്യാം. റിലീസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും മീനുകളെല്ലാം നല്ല രീതിയിൽ ഓടി നടക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് വേറൊരു ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ജുവനൈൽ സൈസിലുള്ള മീനുകളെല്ലാം അഡൾട്ട് സ്റ്റേജിലേക്ക് എത്തി ബ്രീഡ് ആവാൻ തുടങ്ങുമ്പോഴത്തേക്കും ഇതിലുള്ള വാട്ടർ പ്ലാന്റ്സ് എല്ലാം തന്നെ വളർന്ന് വലുതാവുന്നതാണ്. അതുവഴി നമുക്ക് ബ്രീഡിംഗ് കേജിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല. ഓൾറെഡി വാട്ടർ പ്ലാന്റ്സ് അടിയിൽ നിന്ന് തന്നെ ഈ ഹൈഡ്രിലേക്ക് കൂടുതലായിട്ട് വളർന്നതുകൊണ്ട് തന്നെ നമ്മൾ മീൻ കുഞ്ഞുങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ കയറി ഹൈഡ് ചെയ്ത് നമുക്ക് മാക്സിമം നമ്പർ മീൻ കുഞ്ഞുങ്ങളെ കിട്ടാൻ സാധ്യതയുണ്ട്. അതുപോലെ പാരൻസ് കുഞ്ഞുങ്ങളെ തിന്നതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ആകെ വരുന്നൊരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കബോമെ ഹൈഡ്രിലേക്ക് തന്നെ പെട്ടെന്ന് വളരുന്ന ഒരു ടൈപ്പ് വാട്ടർ പ്ലാന്റ്സ് ആണ്. അപ്പോൾ നമ്മൾ ആഴ്ചയിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ മീനുകൾക്ക് ഓടി കിടക്കാൻ സ്ഥലമില്ലാതെ വരികയും അതുപോലെ തന്നെ വെള്ളത്തിൽ ഓക്സിജൻ്റെ അളവ് കുറയുകയൊക്കെ ചെയ്ത് മീനുകളൊക്കെ ചത്തുവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ആഴ്ചയും നമ്മളൊന്ന് കട്ട് ചെയ്ത് ലെവൽ ചെയ്ത് കൊടുക്കുന്നത് നന്നായിരിക്കും.
അങ്ങനെ നമ്മുടെ മീനുകളെല്ലാം ഇതിൻ്റെ അകത്തേക്ക് റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളെല്ലാം ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം നിങ്ങൾക്ക് അപ്പോൾ കിട്ടുന്നതാണ്. മറ്റൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള വീഡിയോ, ഈ ബക്കറ്റുകളിൽ മീനുകളെ വളർത്തുന്ന വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തപ്പോൾ പലരും എൻ്റെ അടുത്ത് കമൻറ്റ് ചെയ്ത് പറഞ്ഞാണ് മീനുകളെല്ലാം ചത്തുപോകും, ഇതിൻ്റെ അകത്ത് കിടക്കില്ല എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ഒരുപാട് മീനുകളെ ഇതുപോലെ വളർത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എക്സ്പീരിയൻസിലാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ മീനുകളൊന്ന് നോക്കിയിട്ട് വരാം. ഇത് എൻ്റെ കയ്യിലുള്ള ജപ്പാൻ ബ്ലൂ ടൈൽ എന്ന് പറഞ്ഞൊരു ഗപ്പി വെറൈറ്റിന് ഇട്ടിരിക്കുന്ന ബക്കറ്റാണ്. അപ്പോൾ അതിൻ്റെ ബ്രൂഡ് സ്റ്റോക്കാണ്. ഇത് മാത്രമല്ല, എനിക്ക് ഒരു വെറൈറ്റിയുടെ തന്നെ പല മറ്റുള്ള ടബുകളിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കൂടാതെ ഞാൻ ഇതുപോലൊരു ബക്കറ്റിൽ ഇതുപോലെ ബ്രൂഡിനെ ഇറക്കി വിട്ടിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ ഒക്കെ ഞാൻ ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്തതാണ്. അപ്പോൾ നോക്കാൻ നേരത്ത് എനിക്ക് കാണാൻ പറ്റും. ഏകദേശം 2 മാസത്തോളം ഞാൻ ഇതുപോലെ ബ്രീഡിങ്ങിന് ഇട്ടിട്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് ഒരു സെറ്റ് കുഞ്ഞുങ്ങൾ എനിക്ക് കിട്ടിയതുമാണ്. അപ്പോൾ 2 മാസത്തോളം ഇതിന് വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ ഇതിൻ്റെ അകത്ത് കിടന്നു. അപ്പോൾ നല്ല രീതിയിൽ വാട്ടർ പ്ലാന്റ്സ് ഞാൻ കുത്തി നിറച്ച് ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. കുത്തി നിറച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുവിധം 2 മീനുകൾക്ക് സ്വിം ചെയ്യാൻ വേണ്ടി ഉള്ള രീതിയിൽ മാത്രം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെ തിന്നാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നിന്നാണ് നല്ല രീതിയിൽ കുഞ്ഞുങ്ങളെ തിന്നുന്നൊരു വെറൈറ്റിയാണ്. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയാണ് ഇതുപോലെ വാട്ടർ പ്ലാന്റ്സ് വെച്ചിരിക്കുന്നത്. ഇനി അതുപോലെ തന്നെ ഈ കാണുന്നത് മിക്സഡ് ഗപ്പികളെ ക്രോസ് ബ്രീഡ് ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കുന്ന വാട്ടർ ടാങ്കാണ്. തൊട്ടിപ്പുറത്ത് തന്നെ നമുക്ക് ഇത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പർപ്പിൾ ബെറീനെ കാണാൻ പറ്റും. ഏകദേശം ജുവനൈൽ സ്റ്റേജിലുള്ള പർപ്പിൾ ബെറീനെ ഞാൻ ഗ്രോ ചെയ്ത് കൊണ്ടുവന്നതാണ് ഇതിൻ്റെ അകത്തേക്ക്, ഈ സ്റ്റേജിലേക്ക്. അപ്പോൾ ജുവനൈൽ സ്റ്റേജിലാണ് ഞാൻ ഇതിൻ്റെ അകത്തേക്ക് റിലീസ് ചെയ്തത്. അപ്പോൾ മീനുകളൊക്കെ ഏകദേശം നല്ല രീതിയിൽ വലുതായത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ക്രോസ് ബ്രീഡിങ്ങിന് ഇട്ടിരിക്കുന്ന മറ്റൊരു ടാങ്കാണിത്. ഇപ്പോൾ പർപ്പിൾ മൊസൈക്കും പ്ലാറ്റിനം റെഡിൻ്റെ ഫീമെയിലിനാണ് ഇറക്കി വിട്ടിരിക്കുന്നത്. ഇപ്പോൾ ഇങ്ങനെ ഇട്ടിട്ട് തന്നെ ഏകദേശം 2 ആഴ്ചത്തോളമായി. വേറെ കുഴപ്പമൊന്നുമില്ല. മീനുകളെല്ലാം തന്നെ നല്ല ആക്റ്റീവായിട്ട് ഓടി നടക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗപ്പികൾക്ക് ഏറ്റവും ഉത്തമം വാവട്ടം കൂടിയ ടബുകളും ടാങ്കുകളുമാണ്. അപ്പോൾ അതിന് ഓടി കിടക്കാനായിട്ടുള്ള സൗകര്യത്തിന് ആഴം കുറവാണെങ്കിലും വലിയ കുഴപ്പം വരുന്നില്ല. പക്ഷേ ഇപ്പോൾ നമ്മൾ ഇതെന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്ഥലപരിമിതി കാരണം ഏറ്റവും കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ വെറൈറ്റി ഗപ്പികളെ എങ്ങനെ വളർത്താം എന്നുള്ളതിന് ഒരു ഉദാഹരണം കാണിക്കാൻ വേണ്ടിയാണ്. ഇനി ഇങ്ങനെ നമ്മൾ ചെറിയ ബക്കറ്റുകളിലും പാത്രങ്ങളിലൊക്കെ ഗപ്പികളെ വളർത്തിയാൽ തന്നെ നമ്മൾ മാക്സിമം അതിൻ്റെ അകത്ത് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സാധനമാണ് വാട്ടർ പ്ലാന്റ്സ് എന്നുള്ളത്. നമ്മൾ വാട്ടർ പ്ലാന്റ്സ് മസ്റ്റായിട്ടും അതിൻ്റെ അകത്ത് നട്ടിരിക്കണം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗപ്പികൾക്ക് തോന്നരുത് ചെറിയൊരു ടാങ്കിലാണ് ഞാൻ കിടക്കുന്നത് എന്നുള്ളത്. കാരണം ഇങ്ങനെ വാട്ടർ പ്ലാന്റ്സ് വെച്ച് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഗപ്പികൾക്ക് സ്ട്രെസ്സ് പകുതിയും കുറക്കാൻ പറ്റും. വാട്ടർ പ്ലാന്റ്സ് അതുപോലെ തന്നെ കല്ലുകൾ ഹൈഡ് ചെയ്യാനുള്ള സ്പോട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഗപ്പികൾക്ക് ആ സ്ട്രെസ്സ് കുറച്ച് നമുക്ക് ഗപ്പികൾ ചത്തു പോകുന്നത് ഒഴിവാക്കാൻ പറ്റും. അങ്ങനെ നമ്മുടെ ഗപ്പിയുടെ ടാങ്ക് സെറ്റപ്പ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ നല്ല രീതിയിൽ മൂടി വെച്ചിട്ടുണ്ട്. ഇനി മഴവെള്ളം വീഴാതിരിക്കാൻ വേണ്ടി ചെറിയൊരു പണിയും കൂടി ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ കുറച്ച് പലകകൾ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് മഴവെള്ളം ഇതിൻ്റെ അകത്ത് വീഴുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. മാത്രമല്ല പലകൾ വെച്ച് മാത്രം മൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ടർ പ്ലാന്റ്സിന് ചീത്തായി പോകും, അതിന് സൺലൈറ്റ് ഒന്നും കിട്ടില്ല. അപ്പോൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വാട്ടർ പ്ലാന്റ്സിനും ഗപ്പികൾക്കുള്ള ഓക്സിജനും അതിൻ്റെ അകത്തേക്ക് കയറുകയും ചെയ്യും. അതുപോലെ തന്നെ മഴവെള്ളം അതിൻ്റെ അകത്ത് വീഴുന്നത് ഒരു പരിധിവരെ നമുക്ക് കുറക്കാനും പറ്റും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യും. നേരത്തെ പറഞ്ഞ പോലെ അപ്ഡേറ്റ്സ് ഒക്കെ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണതും നല്ലതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.